ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓഫ് എ ഡിഫറൻറ്റ് ടൈപ്പാണ്. ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ടൈപ്സിലുണ്ട്. ഏതൊക്കെ ടൈപ്സിലാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് 2 ടൈപ്സിൽ തന്നെയുള്ളൂ കേട്ടോ. മീൻസ് കടത്തിന് കൊടുക്കുന്നതും അതുപോലെ ക്യാഷിന് കൊടുക്കുന്നതും, കടത്തിന് വാങ്ങുന്നതും ക്യാഷിന് വാങ്ങുന്നതും, ഇങ്ങനെയുള്ള രീതിയാണുള്ളത്. നോക്കാം. ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ്, അല്ലേ? ഗുഡ്സ് ക്യാഷിന് സെയിൽ ചെയ്യുന്നതും ക്യാഷിന് പർച്ചേസ് ചെയ്യുന്നതും, ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് വാങ്ങുന്നതും, നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്, ക്യാഷ് മറ്റ് കസ്റ്റമേഴ്സ് ക്യാഷ് തന്നിട്ട് നമ്മൾ വിൽക്കുന്നതും സെയിൽ ചെയ്യുന്നതും, അല്ലേ? അങ്ങനെയാണല്ലോ നടക്കുന്നത് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ക്യാഷിന് വേണ്ടിയിട്ട് ഗുഡ്സ് ക്യാഷിന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഒന്നാമത്തത്. ഇനി അതിൽ രണ്ടാമത്തെ കേട്ടോ ഹെഡിങ് ഞാൻ ആദ്യം പറയുന്നുണ്ട്. രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് ഫോർ ക്രെഡിറ്റ് ആണ്, അല്ലേ? ഓൺ ക്രെഡിറ്റ്. ഗുഡ്സിൻ്റെ മുകളിൽ ഗുഡ്സ് എന്ത് ചെയ്യാണ്, വാങ്ങുന്നതും വിൽക്കുന്നു ക്രെഡിറ്റിൻ്റെ മുകളിൽ, കടത്തിൻ്റെ മുകളിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസുകളുണ്ട്. ഇനി മൂന്നാമത്തത് പറഞ്ഞിട്ടുള്ളത് ട്രാൻസാക്ഷൻ റിലേറ്റീവ്, പ്രധാനമായും അത് രണ്ടെണ്ണമാണ്. റിട്ടേൺ ഉണ്ടെങ്കിൽ അവിടെ റിട്ടേൺ നോക്കുക. ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു റിട്ടേൺ ഓഫ് ഗുഡ്സ്, അല്ലേ? ഗുഡ്സ് റിട്ടേൺ ആയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്. ഇനി എന്താണ്, സെയിൽ ഓഫ് അസറ്റിനെ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതന്നെ. ദെൻ അതുപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷിൻ്റെ മുകളിൽ റെസിപ്റ്റും പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ അതുപോലെ ചെക്കിൻ്റെ മുകളിൽ പേയ്മെൻറ്റും റെസിപ്റ്റും നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻസുകൾ. പിന്നെ അതുപോലെ വിത്ത് പ്രൊപ്രൈറ്റർ, അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷന്, ക്യാഷ് ഡിസ്കൗണ്ട് ട്രാൻസാക്ഷന്. ദെൻ അതുപോലെ ബാഡ് ഡെബ്റ്റ്സ് കേട്ടോ. ബാഡ് ഡെബ്റ്റ്സ് ഇത്രയും ഭാഗമാണ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസിൽ പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തത് നോക്കാം. ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ്. നമ്മൾ ക്യാഷിൽ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, ദെൻ അതുപോലെ വിൽക്കുന്നു എന്നുള്ളത്. അതിൽ തന്നെ നമുക്ക് മോസ്റ്റ് കോമൺ ട്രാൻസാക്ഷൻ ബിസിനസ് റിലേറ്റഡ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് എ ഗുഡ്സ്. പർച്ചേസ് ആൻഡ് സെയിൽസ് ഗുഡ്സ് ക്യാൻ ടേക്ക് എ പ്ലേസ് എയ്തർ ഓർ ക്യാഷ് ബേസിസ് ഓർ ക്രെഡിറ്റ് ബേസിസ്, അല്ലേ? 2 ബേസിസിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുണ്ട്, ക്യാഷാണോ ക്രെഡിറ്റ് ആണോ കറക്റ്റായിട്ട് പറയും കേട്ടോ. ജേർണൽ എഴുതുമ്പോൾ ആ ജേർണലിൻ്റെ നരേഷന് നമ്മൾ ഇതിൽ പ്രോബ്ലത്തിൽ കറക്റ്റായിട്ട് പറയും. അത് വെച്ചിട്ടാണ് നമ്മൾ ജേർണൽ എൻട്രി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇല്ലസ്ട്രേഷൻ 1 നോക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ട് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നാളെ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് ചെയ്യാം. ദെൻ അതിൽ നോക്കാം. ഫസ്റ്റ് ബോട്ട് എ ഗുഡ്സ് ഫോർ ക്യാഷ്, അല്ലേ? ബോട്ട് എ ഗുഡ്സ് ഫോർ ക്യാഷിന് നമ്മൾ ഗുഡ്സ് ബോട്ട് ചെയ്തു, വാങ്ങിച്ചു. ദെൻ അതുപോലെ ഗുഡ്സ് വിറ്റു എന്ന് പറയുന്നുണ്ട്, അല്ലേ? ഗുഡ്സ് ഫോർ എ ക്യാഷ്, സോൾഡ് ഗുഡ്സ് ഫോർ എ ക്യാഷിന് എന്ത് ചെയ്തു, നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തു, സോൾഡ് ചെയ്തു. ദെൻ അതുപോലെ പർച്ചേസ് ഗുഡ്സ് ഫോർ എ ക്യാഷ് ഫ്രം അജിത്ത്, അല്ലേ? അജിത്തിന് എന്ത് ചെയ്തു, പർച്ചേസ് ക്യാഷിന് സെല്ല് ചെയ്തു. മനസ്സിലായോ? അജിത്തിൽ നിന്ന് നമ്മൾ ക്യാഷിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഇനി സോൾഡ് ഗുഡ്സ് ടു കൃഷ്ണക്ക് എന്ത് കൊടുത്തു, നമ്മൾ ഗുഡ്സ് കൊടുത്തു കേട്ടോ. അജിത്തിൽ നിന്നും ഗുഡ്സ് കിട്ടി, നമ്മൾ വാങ്ങിച്ചു. അതുപോലെ കൃഷ്ണക്ക് നമ്മൾ സാധനം വിറ്റു കേട്ടോ. കൃഷ്ണക്ക് കൊടുത്തു എന്നും പറയാം, വിറ്റു എന്നും പറയാം, അങ്ങനെയല്ലേ? ദെൻ അതുപോലെ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ഫ്രം അജിത്ത് കേട്ടോ. അജിത്തിൽ നിന്ന് കിട്ടി, നമുക്ക് കിട്ടി, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഫ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി, നമ്മുടെ സ്ഥാപനത്തിന്, നമ്മുടെ ബിസിനസ്സിന് കിട്ടി എന്നുള്ളതാണ്. ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനം അങ്ങോട്ട് കൊടുത്തു. അത് ഒന്ന് എഴുതി വെച്ചോട്ടോ. വേണമെങ്കിൽ മാറുന്നവരുണ്ടെങ്കിൽ, മാറാറില്ല, സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, മീനിങ് അറിയുന്നത് കൊണ്ട്. അപ്പോൾ ഫ്രം പറഞ്ഞാൽ നമുക്ക് കിട്ടി, ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അപ്പം നമുക്ക് ഈ ജേണൽ എങ്ങനെ എഴുതാം, അല്ലേ? എന്നാണ് ചെയ്തിട്ടുള്ളത്? ജാനുവരി 1, 2018,
അല്ലേ? ഡേറ്റ് കോളത്തിൽ 2018 ജാനുവരി 1. പർട്ടിക്കുലർ കോളം അല്ലേ? 4 കോളംസ് 5 കോളംസ് ഉണ്ട് അല്ലേ? 5 കോളംസ് ഉള്ള ഒരു ഫോർമാറ്റിൽ ജേണൽ നമ്മൾ വരക്കുക, ഡ്രോ ചെയ്യുക. അതിൽ നമ്മൾ ഡേറ്റ് കൊടുക്കുക, പർട്ടിക്കുലർ കോളം കൊടുക്കുക. പർട്ടിക്കുലർ കോളം കുറച്ച് വലുതായിട്ട് കൊടുക്കണം, കാരണം നമ്മൾ അവിടെയാണ് ജേണൽ എഴുതാറുള്ളത്. ദെൻ നരേഷനും ജേണലും എഴുതണം, അതിനുള്ള സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മൾ എഴുതാൻ വരക്കാൻ. ദെൻ അതുപോലെ LF കൊടുക്കുക, ഡെബിറ്റ് കോളം കൊടുക്കുക, ദെൻ ക്രെഡിറ്റ് കോളം കൊടുക്കുക. ഓക്കെ. ഇനി പർട്ടിക്കുലർ കോളത്തിൽ ഇനി ഫസ്റ്റ് ഡേറ്റിൽ അല്ലേ? ഡേറ്റിൽ നമ്മൾ 2018 ജാനുവരി 1. എത്ര ട്രാൻസാക്ഷൻ നടന്നത്? 4 ട്രാൻസാക്ഷൻ. അപ്പോൾ 4 ട്രാൻസാക്ഷൻസ് എഴുതാൻ സ്പേസ് വേണം കേട്ടോ. അതിൽ 1-ാം തീയതി എന്താ നടന്നത്? ബോട്ട് ഗുഡ്സ് ഫോർ എ ക്യാഷ്. ക്യാഷിന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ബൈ ചെയ്തു അല്ലേ? വാങ്ങി. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക നോക്കുക. ഗുഡ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു, ക്യാഷിനാട്ടോ, ക്യാഷിനാണ്, ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഗീവായി മീൻസ് അല്ലേ? ക്യാഷ് അക്കൗണ്ട്സ് ക്യാഷ് നമ്മളിന്ന് കൊടുത്തു അല്ലേ? ക്രെഡിറ്റായി. ഗുഡ്സ് അക്കൗണ്ട് നമുക്ക് കിട്ടി. മനസ്സിലാകുന്നുണ്ടോ? ഗുഡ്സ് അക്കൗണ്ട്സിൽ ഗുഡ്സ് കിട്ടി, ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയി. രണ്ടും എന്താണ്? സെയിം എമൗണ്ട് ആണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ക്യാഷിന് വാങ്ങിക്കഴിഞ്ഞാൽ ക്യാഷ് പോകൂലേ? സ്വാഭാവികമല്ലേ? അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഗുഡ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, നരേഷൻ കൊടുക്കുക, ബീയിങ് ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്നുള്ളത്. അങ്ങനെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് അത് നരേഷൻ കേട്ടോ. ഇനി ഷോർട്ടാക്കിയിട്ടൊക്കെ എഴുതാം, വെറും ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്നൊക്കെ എഴുതിയാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണോ എഴുതി കൊടുക്കുന്നത് അതാണ്. മീൻസ് ആ ട്രാൻസാക്ഷൻ എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി ഇതന്നെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും. ഓക്കെ. ഇനി രണ്ടാമത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് നമ്മൾ എന്ത് ചെയ്തു? വിറ്റു. ക്യാഷിന് വിറ്റു. മറ്റേത് ക്യാഷിന് വാങ്ങി, ഇത് ക്യാഷിന് വിറ്റു. അപ്പോൾ എന്താണ് നോക്കുക? ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു. അപ്പോൾ ക്യാഷിന് വിറ്റപ്പോൾ നമ്മളിത് എന്താ ഉണ്ടായത്? ക്യാഷ് പോയില്ലേ? ഗുഡ്സ് വന്നില്ലേ? അതാണ് എന്താണ്? യെസ്, ക്യാഷ് ഡെബ്റ്റർ ടു ഗുഡ്സ് അക്കൗണ്ട്. ക്യാഷ് ഡെബ്റ്റർ ടു ഗുഡ്സ് അക്കൗണ്ട് ആയി. ദെൻ അതിൽ നമ്മൾ ക്യാഷ് ബീയിങ് ക്യാഷ് സെയിൽസ് ഓഫ് ഗുഡ്സ് എഴുതി കൊടുക്കുക. സെയിം എമൗണ്ട് എത്രയാണ്? 2500 രൂപയാണ് അവിടെ ക്യാഷിന് നമ്മൾ വിറ്റത്. ഓക്കെ. അപ്പോൾ ക്യാഷ് കിട്ടി, ഗുഡ്സ് പോയി. മറ്റൊടുത്ത് ഗുഡ്സ് വന്നു, ക്യാഷ് പോയി. ദെൻ നെക്സ്റ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ഫ്രം അജിത്ത്. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് പോകട്ടോ. ഇവിടെ തന്നെ നിങ്ങൾ ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ, ആ തറവാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. മറ്റേത് ഫ്രമ്മും ടൂവും കാണുമ്പോൾ ഡൗട്ട് അടിക്കും. അപ്പോൾ അതിന് ആവശ്യമില്ല. ഫ്രം നമുക്ക് ഇങ്ങോട്ട് വന്നതാ, മീൻസ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നതാ. ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയതാ, നമ്മൾ കൊടുത്തതാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ക്യാഷ് അക്കൗണ്ട് അടുത്തത് എന്താണ്? പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ അജിത്ത്. അജിത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് നമ്മൾ പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അജിത്ത് ക്യാഷിനാണ്, അതുകൊണ്ട് അജിത്തിനെ അവിടെ കൺസിഡർ ചെയ്യുന്നേ അല്ല, ക്യാഷാണ് അവിടെ കേട്ടോ. അപ്പോഴും നമുക്ക് എന്താണ്? ഗുഡ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി നേരെ തിരിച്ച് ക്രെഡിറ്റിനാണെങ്കിലോ അവിടെ അജിത്താണ് വരിക, ക്യാഷിന് പകരം അജിത്താണ് വരിക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ ബീയിങ് ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സോൾഡ് ഗുഡ്സ് ടു കൃഷ്ണക്ക് നമ്മൾ വിറ്റു, ഗുഡ്സ് വിറ്റു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഗുഡ്സ് അക്കൗണ്ട്. നേരെ തിരിച്ചു. അത് ഇപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നോക്കുമ്പോൾ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ? പക്ഷേ ഇതിൻ്റെ ട്രാൻസാക്ഷൻ മനസ്സിലാക്കണം. ട്രാൻസാക്ഷൻ എന്താ നടന്നിട്ടുള്ളത്? ക്യാഷിനായതുകൊണ്ട് സെയിം ഈ ഒരു വിറ്റതും അതുപോലെ ആരുടെ വാങ്ങിച്ചതൊക്കെ എന്താണ്? ഒരേ അക്കൗണ്ടിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് 1-ാം തീയതി നടന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഗുഡ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ് അല്ലേ? ഇനി
മൂന്നാം തീയതി നമ്മൾ വാങ്ങിച്ചതും അതന്നെയല്ലേ, രണ്ടും ബൈ ആയിട്ടാണ് വരുന്നത്. പർച്ചേസ് ചെയ്തതും ബൈ ചെയ്തതും ബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ സെയിം ആണ് അല്ലേ. അത് രണ്ടും എന്താണ്, സെയിം ജേണലായിട്ടാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അവിടെ ക്രെഡിറ്റിനാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ്, ആ ആളെ പേരാണ് എഴുതി കൊടുക്കാറുള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇതാ നോക്കുക. നെക്സ്റ്റ് നോക്കുക, ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു പർച്ചേസ് ആൻഡ് ഗുഡ്സ് ഫോർ ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ആ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ട് നോക്കാം. അപ്പോൾ പർച്ചേസ് ഓഫ് സെയിൽസ് ഗുഡ്സ് ഓഫ് ക്രെഡിറ്റിന് നമ്മൾ ക്യാഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നില്ല. അത്തരം സാഹചര്യങ്ങളെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഒക്കെ അറിയാമല്ലോ അല്ലേ. നമ്മൾ പിന്നീട് പോസ്റ്റ്പോണ്ട് ചെയ്യാണ്, അടുത്ത ആഴ്ച തരാം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് തരാം എന്നുള്ള രീതിയിൽ ലേറ്റർ ഡേറ്റ് കൊടുത്തിട്ട് നമ്മൾ സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അറിയാമല്ലോ, നമ്മൾ കടത്തിന് വാങ്ങാറൊക്കെ അല്ലേ, കൊടുക്കാറുണ്ട്, കടത്തിന് വാങ്ങാറുണ്ട് അല്ലേ. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഇല്ലസ്ട്രേഷൻ ടു സോൾഡ് ഗുഡ്സ് ടു ആനന്ദ് ഓൺ ക്രെഡിറ്റ് അല്ലേ. ടു ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് ആനന്ദിന് എന്ത് കൊടുത്തു, നമ്മൾ ക്രെഡിറ്റിന് വിറ്റു എന്ന് മനസ്സിലാക്കുക. ദെൻ ബോട്ട് ഗുഡ്സ് അക്കൗണ്ട് ഫ്രം രാം കേട്ടോ. നമ്മൾ രാമിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു, ഗുഡ്സ് വാങ്ങി. പിന്നെ അതുപോലെ പർച്ചേസ് ഗുഡ്സ് ഫ്രം ശ്യാമിൽ നിന്ന് എന്ത് വാങ്ങി, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതിനെ ജേണൽ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. 2018 മാർച്ചിലാണ് കേട്ടോ. 1-ാം തീയതി, 4-ാം തീയതി, 6-ാം തീയതി ഇങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. 5 കോളം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, പർട്ടിക്കുലർ, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ദെൻ 1-ാം തീയതി എന്താ പറഞ്ഞിട്ടുള്ളത്, ആനന്ദ് അല്ലേ. നമ്മൾ ആനന്ദിന് നമ്മൾ വിറ്റു എന്നാണുള്ളത്, കടത്തിന് വിറ്റു എന്നാണ് പറഞ്ഞുള്ളത് അല്ലേ. അപ്പോൾ കടത്തിന് വിൽക്കുന്നത് നമ്മളെന്ന് എന്താണ്, ആനന്ദ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് അക്കൗണ്ട്. ഒരു മിനിറ്റ്, എവിടെ സോൾഡ് ഗുഡ്സ് ടു ആനന്ദ് ഓൺ ക്രെഡിറ്റ്, കടത്തിന് ആനന്ദിന് നമ്മൾ വിറ്റു എന്നാ പറയുന്നത്, സോൾഡ് അല്ലേ. കടത്തിനാണ് നമ്മൾ വിറ്റത് കേട്ടോ. എവിടെയാണ് പറയുന്നത്,